പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ മലയാളത്തിലെ വിവിധ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഒരു സമരം നടത്തി, ഒരു സമര പ്രഖ്യാപനം. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അപ്പോൾ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇതിൻ്റെ ജാനകി എന്നുള്ള പേരാണ് ഇതിൻ്റെ പ്രശ്നം എന്നാണ്. എനിക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ആരെങ്കിലും അതിൻ്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ, സെൻസർ ബോർഡിൽ നിന്നൊരു കത്ത് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്, സംവിധായകനും ഒക്കെ പറയുന്നത് ഇതിന് ജാനകി എന്ന പേരാണ് പ്രശ്നം. ഈ ജാനകി എന്ന പേര് വെട്ടിമാറ്റണം. അത് സിനിമയുടെ പല ഭാഗങ്ങളും ഈ ജാനകി എന്ന പേര് പ്രയോഗിച്ചിട്ടുണ്ട് താനും. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നാണ് അവർ പറയുന്നത്. പേര്, ഒരു കഥാപാത്രത്തിന് ഒരു പേരിട്ടു എന്നുള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റ് CBFCയുടെ സർട്ടിഫിക്കേഷൻ തടഞ്ഞു വയ്ക്കുക, അത് വളരെ യുക്തിരഹിതമായ ഒരു സംഗതിയാണ്. പൊതുവെ നമുക്കറിയാം, ഒരു പടമെന്ന് പറഞ്ഞാൽ വലിയ പാടുപെട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. കോടികളുടെ മുടക്കിലാണ് ഈ ചിത്രം എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഇതിൻ്റെ പേര് മാറ്റണം എന്നൊക്കെ പറയുന്നത് നീതികേട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേരും ഇടാൻ പറ്റത്തില്ല. നീലകണ്ഠൻ, പരമേശ്വരൻ, വിഷ്ണു, കൃഷ്ണൻ, സീത ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. പട്ടാളം ജാനകി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. രാവണപ്രഭു എന്ന പേരിൽ മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ചിത്രത്തിനും പേരിടാൻ പറ്റത്തില്ല. വല്ലാതെ നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, അങ്ങനെയൊന്നും പേരിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അല്ലേ. മംഗലശ്ശേരി തിലോത്തമെന്നോ പുഷ്പാങ്കദനോ എന്നൊക്കെ പേര് വേണ്ടി വരും അല്ലേ. വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയേനെ. അപ്പം അത് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണങ്ങൾ വ്യക്തമല്ല. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ള ഒറ്റ കണ്ടീഷനിൽ സെൻസർ ബോർഡ് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവരെല്ലാം ഒരു സ്ഥലത്തിൽ പറയുന്നത്. സെൻസർ ബോർഡ് ആവശ്യമില്ല ഇവിടെ, അതാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ഒന്ന്, സൗത്ത് ഇന്ത്യ ഒന്ന്, അതെന്ത് ഏർപ്പാടാണ്? അവിടെയൊക്കെ എന്ത് വേണം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനം പറഞ്ഞാൽ ജാതീയമായിട്ടും ഇതായിട്ടും ആവശ്യമില്ലാതെ ഇവരാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ എനിക്ക് സംശയമായിട്ട് നിൽക്കുമ്പോഴും സുരേഷ് ഗോപി, ഇതിൽ നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. കമ്പിട്ട് കുത്തിയാൽ പോലും പുള്ളി ഒരു അക്ഷരം മിണ്ടില്ല ഈ വിഷയത്തെപ്പറ്റി എന്നാണ് അറിയാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അവരുടെ നോമിനി തന്നെയാണ് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നത്. അവരൊരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ കേന്ദ്രമന്ത്രിയുടെ പദവിയൊന്നും ഒരു ഇതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റായിട്ട് പറയാം അല്ലേ. അദ്ദേഹത്തിന് ഈ സമരത്തിലും പങ്കെടുക്കണം താല്പര്യമില്ല. അദ്ദേഹം ഇതിനെപ്പറ്റി മിണ്ടുന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സംശയത്തിലേക്ക് എത്തുന്നത്. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായി ചിത്രം പ്രൊമോഷന് വേണ്ടി ഒരുക്കുന്ന അണിയറ പ്രവർത്തനങ്ങളാണോ എന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണോ ഈ കാരണങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം കോടികൾ വേണമടി. സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ കോടികൾ വേണം ഇപ്പം പരസ്യത്തിന് വേണ്ടി. സോഷ്യൽ മീഡിയ ഇട്ടങ്ങ് അലക്കുകയല്ലോ അല്ലേ. ഒരു ചിത്രം ഇറങ്ങി പിറ്റേന്ന് തന്നെ ഇതിൻ്റെ വിജയാഘോഷം തുടങ്ങുക. ആദ്യത്തെ ഷോ കഴിയുമ്പം കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ തുടങ്ങിയ. അപ്പോൾ എല്ലാവരും ഏറ്റുപിടിക്കും പിന്നെ അതിനെപ്പറ്റി അല്ലേ. ഫാൻസുകാരൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കും. അതിനിടയിലാണ് ഇങ്ങനെ ചുളുവിന് ഇതിൻ്റെ നിർമ്മാതാവിന് ഇങ്ങനൊരു പരസ്യം കിട്ടുക. കാരണം സോഷ്യൽ മീഡിയ ആയാലും 10 സിനിമയെപ്പറ്റി അറിയാവുന്ന 10 പേരോട് സംസാരിച്ചാലും അവരാരെങ്കിലും പറയും ജാനകി വെബ് സ്റ്റേറ്റ് ഓഫ് കേരള, ജാനകി എന്ന പേര് മാറ്റണം, എന്തുകൊണ്ട് മാറ്റണം എന്നൊക്കെ അവർ ധാർമ്മിക രോഷം കൊള്ളുന്നതാണ്. പിന്നെ രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരുടെ നിന്ന് എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരത് കൃത്യമായിട്ട് അത് വിനിയോഗിക്കും. അത് അവരെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നോക്കിയിരിക്കുകയാണേ. മുന്നോട്ട് പോയാൽ പല പേരുകളും, മലയാള സിനിമയിലെ പല പേരുകളും നമുക്കൊരു ക്യാരക്ടറിന് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആവും. അപ്പോൾ അതിനെല്ലാം ശക്തമായ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തും. ഇതിനിടയിലാണ് നമ്മുടെ സുരേഷ് ഗോപി മിണ്ടുന്നില്ല. സുരേഷ് ഗോപി സമരത്തിൽ പങ്കെടുക്കുന്നില്ല. സുരേഷ് ഗോപി വിചാരിച്ചാൽ നിസാരമായി പരിഹരിക്കാവുന്നൊരു കേസല്ലേ. തെരുവിലേക്ക് വലിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. സുരേഷ് ഗോപി വിളിച്ച് അവരോട് സംസാരിക്കുക. ഇത് ഹൈക്കോടതിയിൽ വരെ പോയിരിക്കുകയാണ്.
അതുപോലെ അതോ സുരേഷ് ഗോപിയുടെ പടമായതുകൊണ്ടാണോ ഈ ചിത്രം തെരുവിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു എമ്പുരാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പല വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആരും സമരത്തിന് പങ്കെടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല അല്ലേ? അത് അനുഭവിക്കാൻ ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലനും പൃഥ്വിരാജും മോഹൻലാലും മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? ആരും തെരുവിലേക്ക് വരുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ പടത്തിന് ഒരു തട്ടുകേട് വന്നപ്പം ആൾക്കാർ തെരുവിലിറങ്ങി. അതൊരു രാഷ്ട്രീയമല്ലേ, അതോ പരസ്യത്തിന് വേണ്ടിയുള്ള പ്രൊമോഷനാണോ ഈ സംഭവങ്ങളെല്ലാം എന്ന് നമുക്ക് സംശയമുണ്ടാകാനുള്ളൊരു കാരണമാണ്. അതുപോലെ തന്നെ പേരുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ പല സംവിധായകരും പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്, അന്നൊന്നും ആരും ഇല്ലായിരുന്നു, അവർ തന്നെ അവസാനം കോംപ്രമൈസിന് തയ്യാറായി എന്നൊക്കെയാണ് പറയുന്നത്. പേര് തന്നെയല്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ജാനകി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളെ സീതാദേവിയാണ് മറവ് പോയിരുന്നത്. അതുകൊണ്ട് മാത്രമാണോ ഈ പേര് പ്രശ്നം നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ പേരിടാൻ പറ്റത്തില്ലല്ലേ? നീലകണ്ഠൻ, പരമേശ്വരൻ, വിഷ്ണു, കൃഷ്ണൻ, സീത ഒന്നും ഇടാൻ പറ്റത്തില്ല. പട്ടാളം ജാനകി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്താണ് അത് ഇടാൻ പറ്റത്തില്ല. രാവണപ്രഭു ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ബുദ്ധിയില്ലാതെ ചിന്തിക്കുമോ നമ്മുടെ സെൻസർ ബോർഡ് അംഗങ്ങൾ? ഒരു കാരണവശാലും ചിന്തിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഉണ്ടാകാം ഇത് ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന കേസാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇതിന് അനുകൂലമായി വിധി വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അല്പസമയം കോടതി നടപടികൾ കഴിയുന്നതിന് വേണ്ടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ, ഇതിൻ്റെ നടപടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. കോടതി ഏതായാലും ഇതിന് ബന്ധപ്പെട്ട അധികാരികളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു സിനിമ തയ്യാറാക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സംവിധായകൻ ഒരു സിനിമ അപ്രോച്ച് ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കാൻ 4-5 വർഷമാണ് എടുക്കുന്നത് മിനിമം. ഈ 4-5 വർഷം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് ഒരു സിനിമ ഒരു പ്രൊജക്റ്റായി മാറുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ അണിയറ പ്രവർത്തകരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവുള്ളൂ. ഇതിന്റെ ആധികാരികമായ രേഖകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ പേര് ഒഴിവാക്കണമെന്ന് വാക്കാല് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് സംശയമില്ലേ? സുരേഷ് ഗോപി വിചാരിച്ചാൽ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു കേസാണ് എന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മിണ്ടുമായിരിക്കാം അല്ലേ? ഏത് കാര്യത്തിന് സുരേഷ് ഗോപി പ്രതികരിക്കുവാൻ? അത് മന്ത്രിസഭയ്ക്കെതിരാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനും ഒക്കെ തീരുമാനം എടുത്തിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്നാണ്. അദ്ദേഹം അതിനുള്ള അനുവാദമൊക്കെ വാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നു. അതും ഇതിനു മുമ്പ് സുരേഷ് ഗോപിക്ക് അറിയില്ലേ ജാനകി എന്ന പേര് പ്രശ്നമാകും, അതുകൊണ്ട് ജാനകി എന്ന പേര് പ്രയോഗിക്കരുത് എന്ന് സുരേഷ് ഗോപിക്ക് അറിയില്ലേ? ഇല്ല. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അന്താരാഷ്ട്ര പ്രശ്നമായി. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർമ്മാതാവിന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സമരങ്ങളെല്ലാം. കാരണം പരസ്യത്തിന് വേണ്ടി കോടികൾ വേണോടെ, അത് തന്നെ ആ സ്ഥാനത്ത് പുള്ളി തികഞ്ഞ സന്തോഷവാനായിരിക്കും ഇപ്പോൾ. കാരണം അറിയാതെ തന്നെ ഈ പടം കുറച്ച് നാൾ മുമ്പേ എനിക്ക് തോന്നുന്നു ജാനകി ബെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമാ പ്രാന്തന്മാരായ നമ്മളെ പോലെ കുറച്ച് ആൾക്കാർക്ക് അറിയാവുള്ളൂ. പിന്നെ തിയേറ്ററിൽ വന്നതിന് ശേഷം പോസിറ്റീവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാരിലേക്ക് എത്തുക സാധാരണ ചെയ്യും. പക്ഷെ അല്ലാതെ തന്നെ ഈ ചിത്രം ആദ്യ ഷോ തന്നെ ഒരുപക്ഷെ ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പടം നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാതെ തന്നെ ഇതെന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുക. പല രാഷ്ട്രീയക്കാരും ഇതിനെതിരെ ഒക്കെ സംസാരിക്കുന്നതായിട്ട്, സിനിമ പോലും കാണാത്ത രാഷ്ട്രീയക്കാർ വരെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ട്. അതാണ് ഈ രാഷ്ട്രീയവും ഇതിനകത്തൊരു ഭാഗമാണ്. ചത്തത് വിജയനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള അവസ്ഥയാണ് എല്ലായിടും ഉണ്ടാകുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരാ ഭരിക്കുന്നതെന്ന് നോക്കും, അവർക്കെതിരായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഹൈക്കോടതി എനിക്ക് തോന്നുന്നു നിശ്ചയമായിട്ടും ഇതിന് അംഗീകാരം കൊടുക്കും, തിയേറ്റർ റിലീഫ് ആകാൻ. ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പേരിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഹൈക്കോടതി സെൻസർ ബോർഡിന് അനുകൂലമായി നിൽക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഇത് വിധി വരും, ഇത് ശുഭമായിട്ട് തിയേറ്ററിൽ വരും. ആദ്യ ഷോ തന്നെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കും. പിന്നെ തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രതികരണങ്ങളാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനുവേണ്ടി മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ എല്ലാവർക്കും ഓക്കെ, ബായ്.